ഒമാനിൽ തൊഴിൽ നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 2025 പിടിയിലായത് 31,000-ലധികം പ്രവാസി തൊഴിലാളികളെന്ന് തൊഴിൽ മന്ത്രാലയം. 15,000 പരിശോധനകളാണ് ലേബർ വെൽഫെയർ ടീമുകൾ നടത്തിയത്. ഒമാനികൾക്കായി സ്വകാര്യ മേഖലയിൽ ഈ വർഷം 50,000 തൊഴിലവസരങ്ങൾ ലക്ഷ്യമിടുന്നതായി തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് സെയ്ദ് ബോവൈൻ പറഞ്ഞു. മസ്കത്തിൽ നടന്ന വാർഷിക മാധ്യമ സമ്മേളനത്തിലാണ് കഴിഞ്ഞ വർഷം സ്വീകരിച്ച വിവിധ നടപടികളെക്കുറിച്ചും തൊഴിൽ മേഖലയിലുണ്ടായ വികസനങ്ങളെക്കുറിച്ചും മന്ത്രാലയം വിശദീകരിച്ചത്. തൊഴിൽ രംഗത്ത് ലേബർ വെൽഫെയർ ടീമുകൾ നടത്തിയത് 15,000 പരിശോധനകളാണ്. ഇതിലൂടെ പിടിയിലായത് നിയമം ലംഘിച്ച 31,000-ലധികം പ്രവാസി തൊഴിലാളികളാണെന്നും മന്ത്രാലയം വിശദീകരിച്ചു. തൊഴിൽ നിയമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും തൊഴിൽ രീതികൾ നിയന്ത്രിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പരിശോധനാ ക്യാമ്പയിനുകളുടെ ഭാഗമായാണ് ലംഘനങ്ങൾ തിരിച്ചറിഞ്ഞതെന്ന് മന്ത്രാലയം അറിയിച്ചു. ക്രമരഹിതമായ തൊഴിൽ തടയുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പരിശോധനകൾ ഒരു പ്രധാന നടപടിയായി തുടരുമെന്നും മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അതേസമയം ഒമാനി തൊഴിലന്വേഷകരുടെ എണ്ണം 74,000 ആയതായി തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് സെയ്ദ് ബോവൈൻ പറഞ്ഞു. ഈ വർഷം സ്വകാര്യ മേഖലയിൽ 50,000 തൊഴിലവസരങ്ങളാണ് ലക്ഷ്യമിടുന്നത്. എണ്ണ, വാതകം, ലോജിസ്റ്റിക്സ്, ടൂറിസം മേഖലയിൽ നിലവിലുള്ളവർക്ക് പകരം പുതിയ നിയമനം നൽകുന്നതിലൂടെയോ നേരിട്ടോ വേതന പിന്തുണയിലൂടെയോ പരിശീലനത്തിലൂടെയോ തൊഴിൽ നൽകുന്നത് വഴിയും ഇത് നടപ്പിലാക്കും. മീഡിയ 1, മസ്കത്ത്.